ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആയിരുന്നു. കൊച്ചി മെട്രോ പറഞ്ഞ സമയത്ത് തീർക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും പൊതുവെ ഇനി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഓരോന്നധികം പറയാം. ഇപ്പം ഏകദേശം കൊച്ചി മെട്രോയ്ക്ക് ആവശ്യമുള്ള ഭൂമി കുറച്ച് മാത്രമേ കിട്ടാനുള്ളൂ. 2-3 ഹെക്ടർ മാത്രമേ ബാക്കിയുള്ളൂ കിട്ടാനായിട്ട്. അവിടെ ചില ഇടങ്ങളിൽ നമുക്ക് കേരള ലാൻഡ് അക്വിസിഷൻ പുതിയ ആക്ട് വന്നിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. ആ ആക്ടിൻ്റെ സ്റ്റേറ്റ് റൂൾസ് ഇതുവരെ ആയിട്ടില്ല. അതൊരു തടസ്സമായിരുന്നു. അപ്പോൾ ഡ്രാഫ്റ്റ് റൂൾസ് ഗവൺമെൻറ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ചത്തെ ക്യാബിനറ്റിൽ അത് കൊണ്ടുപോയി ആ റൂൾസ് അപ്രൂവ് ചെയ്യാനായിട്ട് സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട്. അത് കൊച്ചി മെട്രോയെ മാത്രമല്ല ബാക്കിയുള്ള സ്റ്റേറ്റിലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിനെ എല്ലാം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓർഡിനൻസ് ലാപ്സ് ആയതുകൊണ്ട് 2013 ലാറ റൂൾസ്, അതായത് ലാൻഡ് അക്വിസിഷൻ ആൻഡ് റിഹാബിലിറ്റേഷൻ ആക്ട് തിരിച്ച് വാലിഡ് ആയിരിക്കുകയാണ്. അതിന് അനുസൃതമായിട്ടുള്ള ഒരു റൂൾസ് അടുത്ത ആഴ്ച തന്നെ ഗവൺമെൻറ് അപ്രൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ജോസ് ജംഗ്ഷൻ ടു സൗത്ത് ആൻഡ് മനോരമയിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മെട്രോ വയബിൾ ആവണമെങ്കിൽ കമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്റ് വേണം. ഈ ടിക്കറ്റ് ഫെയർ കൊണ്ട് ഒരിക്കലും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. ലോകത്തിൽ 200 മെട്രോസ് അങ്ങോട്ട് ഉള്ളതിൽ 4-5 എണ്ണം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് വെറും ഈ റിയാലിറ്റി റവന്യൂസിൽ നിന്നാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കാക്കനാട് ഒരു 17 ഹെക്ടർ ലാൻഡ് ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഇങ്ങോട്ട് കൈമാറി കിട്ടിയിട്ടില്ല. ഗവൺമെൻറ് നേരത്തെ അത് കൊച്ചി മെട്രോയ്ക്ക് കൊടുത്തത് ലീസ് ഹോൾഡ് ബേസിസിലാണ്. ലീസ് ഹോൾഡ് ബേസിസ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ലീസ് ലാൻഡിൻ്റെ പുറത്ത് ആരും ബിൽഡിങ്സിലോട്ടൊന്നും വരാൻ പോകുന്നില്ല, മേടിക്കാൻ പോകുന്നില്ല. അപ്പോൾ അത് ലീസ് ഹോൾഡ് മാറ്റി, ആ PWD മിനിസ്റ്റർ ഉണ്ടായിരുന്നു ഇന്നത്തെ മീറ്റിങ്ങിൽ, ആ ലീസ് ഹോൾഡ് മാറ്റി ഫ്രീ ഹോൾഡായിട്ട് കൊച്ചി മെട്രോയ്ക്കകത്ത് തരുവാൻ ഇന്നൊരു സുപ്രധാനമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെയും ഗവൺമെൻറ് ഓർഡർ താമസിക്കാതെ വരും. കൊച്ചിയെക്കുറിച്ചുള്ള ഒരു ഭീകരമായിട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് വെച്ചാൽ 51% പാസഞ്ചേഴ്സ് ഒരു ദിവസം പോകുന്നത് 5% ട്രിപ്സിലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബാക്കി 95% റോഡിൽ പോകുന്ന വാഹനങ്ങൾ കൊണ്ടുപോകുന്നത് 50 താഴെ ആൾക്കാരാണ്. റോഡ് ഡെമോക്രസി ഇല്ല കൊച്ചിയിൽ. റോഡ് ഡെമോക്രസി വരണമെങ്കിലും കൊച്ചി മെട്രോ പ്രോജക്റ്റിൻ്റെ ഈ ട്രെയിൻസിന് ആൾ കയറണമെങ്കിലും ഈ ഉംട്ട വരണം. ഉംട്ട എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനുവേണ്ടി KMR ഒരു ആക്ട് ഉണ്ടാക്കിയിരുന്നു. അതിപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു മോഡൽ ആക്ട് ആയിട്ട് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്യുകയാണ്. പക്ഷേ നമ്മുടെ ആക്ട് പല പ്രൊസീഡിങ്സിലും അങ്ങനെ ട്രാൻഡ് കിടക്കുകയായിരുന്നു. അപ്പോൾ അത് അടിയന്തരമായിട്ട് ആ ആക്ടിനെ ഒട്ടും വൈകിക്കാതെ ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് ക്യാബിനറ്റ് അപ്രൂവലിന് ശേഷം നമ്മുടെ ലെജിസ്ലേച്ചറിലേക്ക് വെക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ അർബൻ ട്രാൻസ്പോർട്ടിനും വരാൻ പോകുന്ന ബോട്ട് പ്രോജക്റ്റിനും എല്ലാം ഇത് അത്യന്താപേക്ഷിതമാണ്. എക്സ്റ്റേണൽ ഫണ്ടിങ് കിട്ടുവാനായിട്ടും ഈ കൊച്ചി സ്മാർട്ട് സിറ്റി ആകുമ്പോൾ ഉംട്ട അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ബേസ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഈ ഉംട്ട ആയിട്ട് ഇനി വഹിക്കേണ്ട എന്നുള്ളതാണ്. അത് വന്നു കഴിഞ്ഞാൽ കൊച്ചിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആർക്കിടെക്ചർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പോകുന്നു.